എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകൾ ഉറ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഉറ ഉപയോഗത്തിനെക്കുറിച്ച് ഇന്ന് പലർക്കും ധാരണയുണ്ട്. അതെ, ഉറ കൂടുതലായി ഉപയോഗിക്കുന്നവർ ആരായിരിക്കും? അതെ, ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഉള്ളവരാണ് കൂടുതലായും ഉറ ഉപയോഗിക്കുന്നത്. മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ളവർ അല്ലെങ്കിൽ ഗർഭനിരോധനം ഉദ്ദേശിക്കുന്നവരും ഉറ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഉറ ഉപയോഗിക്കുന്നത് കൊണ്ട് യഥാർത്ഥ സുഖം ലഭിക്കുന്നില്ലെന്നാണ് സ്ത്രീകൾ പറയുന്നത്. അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഉറ പല വിധത്തിലുണ്ട്. ഓറൽ സെക്സിന് വേണ്ടിയുള്ള ഉറയും അതുപോലെ തന്നെ യോനി വഴി ഉപയോഗിക്കേണ്ട ഉറയുമെല്ലാം ഇന്ന് നിലവാരത്തിലുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നിൽ ഉപയോഗിക്കുന്ന ഫ്ലേവേഡ് ആയിട്ടുള്ള കോണ്ടംസ് നിങ്ങൾ ഒരിക്കലും യോനി ഭാഗത്ത് ട്രൈ ചെയ്യരുത്. ഇതിൽ ഒരുപാട് ഷുഗർ അടങ്ങിയിട്ടുണ്ട്. പലതരത്തിലുള്ള ഫ്ലേവേഡുകൾ ഇന്ന് ലഭ്യമായതുകൊണ്ട് ഈ ഷുഗർ യോനിയിലേക്ക് ഇറങ്ങുകയും മറ്റ് പല ഇൻഫെക്ഷനും ഇത് കാരണമാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഒന്നിൽ കൂടുതൽ പങ്കാളികളുള്ളവർ ഉറ ഉപയോഗിക്കുന്നത് അവരുടെ സേഫ്റ്റിക്കായിരിക്കും. പലതരത്തിലുള്ള ലൈംഗിക ജന്യ രോഗങ്ങളും ഇന്ന് പടരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉറ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉറയിൽ ഡോട്ട്സ് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കരുത്. അതുപോലെ തന്നെ പൂർണ്ണമായും ഉറ ഉപയോഗിക്കരുത്, വലിച്ചിടരുത്. ഇതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഗർഭധാരണം ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഉറ ഉപയോഗിക്കുന്നത് എങ്കിൽ ഗർഭധാരണത്തിന് മാത്രമായി ഉറ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പങ്കാളി സാറ്റിസ്ഫൈ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ടിപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. പലതരത്തിലുള്ള മെത്തേഡുകൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവ ഉപയോഗിച്ച് നിങ്ങളുടെ ഗർഭനിരോധനത്തെ മാറ്റി നിർത്താം. ഇതിനായി സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് മെത്തേഡെല്ലാം ഏറ്റവും കൂടുതൽ വിജയം കണ്ട മെത്തേഡുകളാണ്. ഇവ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറ ഉപയോഗിക്കാം. എങ്കിലും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർ ഉള്ളത് തന്നെയാണ്. അതായിരിക്കും നിങ്ങളുടെ ദാമ്പത്യത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.